അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കുറച്ച് കുട്ടികൾ Good morning, Miss. Good morning. Sit down. Take your notebooks. Let's begin the class. So students, ഹൈഡ്രയ്ക്ക് ടെൻറ്റിക്കിൾസ് ഉണ്ട്, മൗത്ത് ഉണ്ട്, ബഡ് ഉണ്ട്. ഇതാണ് സ്ട്രക്ചർ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സോ നാളെ വരുമ്പോൾ എല്ലാവരും ഈ ഡയഗ്രാം, ലേബിൾഡ് ഡയഗ്രാം നോട്ട്ബുക്കിൽ വരച്ചിട്ട് വരണം. ഓക്കെ, താങ്ക് യു. Good morning. Good morning, sir. നമ്മളിപ്പോൾ മാത്സിന്റെ തിയറി പഠിക്കാൻ പോകുന്നത്. ഈ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോർഡിൽ കാണുന്ന പോലെ തന്നെ എ ബി സി വരെ പോയിന്റ് ഈ രണ്ട് പോയിന്റുകളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. നമുക്ക് ബി എ ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് 8. ഓക്കെ, അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, എ ബിയും ബി ബിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? Tell me what's the distance between A and D? എന്ത്? പിന്നെ എന്തിനാണ് ആ ഡിഗ്രി സ്കൂളിലെ വേറെ കാര്യങ്ങൾ നടത്തുന്നേരം ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പഠിപ്പിച്ചു എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, മാർക്ക് എല്ലാവരും ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ ഓക്കെ, അപ്പോൾ ശരി നാളെ. പഠനത്തിലൊരു ശ്രദ്ധയില്ലല്ലോ. ഞാൻ മര്യാദയ്ക്ക് പഠിപ്പിച്ചതാണല്ലേ. നീ എന്തിനാ സ്കൂളിലേക്ക് ഇടുന്നത്? പക്ഷെ അതല്ലല്ലോ ഞാൻ ഇങ്ങനെ കണ്ടത്. നോക്കി അവനിക്കട്ടെ എന്താ ദിയ സംഭവിച്ചത്? സാറ് ഞാനും ശ്രീഹരിയും കൂടി ഇരിക്കുന്ന വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് എന്നെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? സാറ് നാളെയും വരാൻ പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, മോള് ധൈര്യമായിട്ടിരിക്കെ. എനിക്കറിയാൻ എന്താ ചെയ്യേണ്ടതെന്ന്.
എക്സ്ക്യൂസ് മീ മാം, കെൻ ഐ കം ഇൻ? മാം, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അയാളുടെ സ്വഭാവം മോശമാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. പക്ഷേ ഇതുവരെ തെളിവ് സഹിതം പിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം എന്തായാലും പിടിക്കണം. എനിക്കൊരു പ്ലാൻ ഉണ്ട്. നമ്മൾ പ്രിൻസിപ്പളിനെ പോയി കാണാം. മാം, ഷാൽ വി കം ഇൻ? യെസ്, കം ഇൻ. മാം, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. യെസ്, പറയൂ. 9Bയിലെ ദിയയെ കുറിച്ചാണ്. എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? ഇതിനെതിരെ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ. നീ ധൈര്യമായിട്ടിരിക്കെ, ഞങ്ങൾ കൂടെ ഉണ്ട്. അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? പേടിക്കാനൊന്നുമില്ല. മാജിക് കാണിച്ചു തരാം. ഇത്രയും ദിവസം നീ ഒളിഞ്ഞു നടക്കുമായിരുന്നു. ഇപ്പൊ നിന്നെ കിട്ടി, തെളിവ് സഹിതം നിന്നെ കിട്ടി. നിന്നെ പോലുള്ളവരാണ് അധ്യാപനത്തിനും അധ്യാപകർക്കും അപമാനമായി തീരുന്നത്. Let us hand over him to authorities. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്നത് കുട്ടികളാണ്. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. കുട്ടികൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ലൈംഗിക പീഡനങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും നിയമ നടത്തിപ്പിലുടനീളം ബാലസൗഹൃദമായ നടപടിക്രമങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം 2012 അഥവാ പോക്സോ ആക്ട് 2012 പാസാക്കപ്പെട്ടത്. ഭാവിയിലെ അധ്യാപകരായ നമ്മൾ പോക്സോ ആക്ട് 2012 കുറിച്ച് അവബോധമുള്ളവരും ഒപ്പം പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതും നമ്മളുടെ ബാധ്യതയാണ്.